മാരാമണ്ണിൽ മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തായ തിയഡോഷ്യസ് തിരുമേനി നടത്തിയ ഉദ്ഘാടന പ്രസംഗം ഇപ്പോഴും വിവാദത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ സംബന്ധമായി എനിക്ക് പ്രത്യേകിച്ച് മാർത്തോമാ സഭയിലെ വിശ്വാസികളോട്, അംഗങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുകയാണ്. ഈ വിഷയത്തെപ്പറ്റി ഇനിയും ഒരു വീഡിയോ ചെയ്യണ്ട, മാരാമൺ കൺവെൻഷനെ പറ്റി കൂടുതലായി ഒന്നും പ്രസ്താവിക്കേണ്ട എന്ന നിശ്ചയം എടുത്ത ശേഷമാണ് ഈ വിവാദം വീണ്ടും എൻ്റെ മനസ്സിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രത്യേകിച്ച് ഹല്ലേലൂയ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ, അത് വളരെ ആവേശത്തോടുകൂടെ മാർത്തോമാ സഭയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസി, ആത്മീയത എന്താണ് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് അഗാധമായ അവബോധമുണ്ട് എന്ന വിധത്തിൽ തിയഡോഷ്യസ് തിരുമേനി നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തെ അദ്ദേഹം വിശ്ലേഷിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഈ ന്യൂസ് ചാനൽ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരനോട്, സുഹൃത്തിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ അറിവോ മത്സരമോ വിദ്വേഷമോ ഇല്ല എന്നത് സത്യസന്ധമായി സൂചിപ്പിക്കട്ടെ. അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹവും സമ്മതിക്കും. അദ്ദേഹത്തിന് എന്നെ അറിയാമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയാനും വയ്യ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വളരെ വിശദമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ഉദ്ഘാടന പ്രസംഗത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പൊതുവായി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അത് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുന്നതിന് പകരം ഈ ഒരു വിഷയത്തിൽ മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന എനിക്കെന്താണ് പറയാനുള്ളത്, അത് മാർത്തോമാ സഭയിലെ വിശ്വാസികളുടെ സമക്ഷം അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഈ സഹോദരൻ്റെ വലിയ പരാതി ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ ഒരംശം തിരുമേനി, മെത്രാപ്പൊലീത്ത തിരുമേനി ആരാണ്ട് എഴുതി കൊടുത്തത് അവിടെ ഒന്ന് അതുപോലെ വായിച്ചു. അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും വായിച്ചതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇനിയും അദ്ദേഹം തന്നെ എഴുതിയതാണോ മറ്റാരെങ്കിലും എഴുതി കൊടുത്തതാണോ എന്നത് എപ്രകാരമാണ് നിശ്ചയിക്കേണ്ടത്, അതിന് ആധാരമായ വസ്തുനിഷ്ഠമായൊരു തെളിവും ഈ ഹല്ലേലൂയ ന്യൂസ് ചാനലിൻ്റെ ഉടമയ്ക്കോ എനിക്കോ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസംഗം എഴുതാനുള്ള കഴിവ് തിയഡോഷ്യസ് തിരുമേനിക്കുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ട് വിശ്വസിക്കുവാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ആരെങ്കിലും കൊണ്ട് ഒരു പ്രസംഗം എഴുതിച്ച് അപ്പാടെ വായിക്കേണ്ട ഗതികേട് തിയഡോഷ്യസ് തിരുമേനിക്കില്ല. എനിക്ക് തിയഡോഷ്യസ് തിരുമേനിയുമായിട്ട് യാതൊരു കടമയുമില്ല, യാതൊരു സഹകരണവുമില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ സത്യം സത്യമാണ് എന്ന് പറയാൻ ക്രിസ്ത്യാനി പഠിക്കണം. അത് നമ്മളെപ്പറ്റി, നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുത പാലിക്കുന്ന ആളുകളെപ്പറ്റിയും ആരെങ്കിലും അസത്യം പറഞ്ഞാൽ അത് അസത്യമാണെന്ന് പറയുകയും അത് തിരുത്തുവാനും ചെയ്യാനുള്ള കടമ യേശു ഞാൻ തന്നെ സത്യമെന്ന് പറഞ്ഞ ആ യേശുവിനെ അനുഗമിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനിയുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. ആ കടമ ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പ്രസംഗം സ്വന്തമായി എഴുതാനുള്ള കഴിവ് തിയഡോഷ്യസ് തിരുമേനിക്കുണ്ട് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ആ ഉള്ളടക്കത്തെപ്പറ്റി ഈ പ്രിയ സുഹൃത്തിൻ്റെ പരാതി, അദ്ദേഹം പറയുന്നത് മാരാമണ്ണ് കൺവെൻഷൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ
സഭയുടെ പരമോന്നത ബിഷപ്പായ തിരുവോഷ്യസ് തിരുമേനി ആത്മീയതയാണ് പറയേണ്ടിയിരുന്നത്. അദ്ദേഹം ആത്മീയത ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പോൾ ആത്മീയത എന്താണെന്നും എന്തല്ല എന്നതും ഈ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റേതായ ബോധ്യമുണ്ട്. ആ ബോധ്യം ഏത് തോതുവരെ ന്യായീകരിക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ് എന്നതിനെപ്പറ്റി മാർത്തോമാ സഭയിലെ അംഗങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകണം. ഇവിടെ ഒരു വലിയ പ്രശ്നം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായും ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. നാം ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് പ്രാപിച്ച ചില ധാരണകൾ, അഭിപ്രായങ്ങൾ, സങ്കല്പങ്ങൾ അതുപോലെ വിഴുങ്ങിയിട്ട് അതിനനുസരിച്ച് മാത്രം ചില നിലപാടുകൾ എടുക്കുന്നവരാണ്. ചെറുപ്പം മുതലേ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾക്കറിയാം. ഞാൻ ആ വിഷയം ഉടനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതിനു മുൻപ് ഇദ്ദേഹം ഇത്രമാത്രം മാറത്തടിച്ച് വിലപിച്ച് പരാതിപ്പെടുന്നത് കൊണ്ട് തിരുമേനിയുടെ പ്രസംഗത്തിലെ, തിരുവോഷ്യസ് തിരുമേനിയുടെ പ്രസംഗത്തിലെ ഉള്ളടക്കം അദ്ദേഹത്തെ വളരെ നിരാശയിലേക്ക് ആഴ്ത്തിയ കാരണം അദ്ദേഹം പറയുന്നത്, തിരുമേനി തന്നെ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ മാന്യ വിശ്വാസിയുടെ, എരിവുള്ള വിശ്വാസിയുടെ ധാരണയും മാർത്തോമാക്കാരനാണെന്ന് വിചാരിക്കണം. ഞാൻ വാസ്തവത്തിൽ മാർത്തോമാക്കാരെ പറ്റി വലിയ വലിയ ധാരണയിലിരിക്കുന്ന വ്യക്തിയാണ്. മറ്റെല്ലാ സഭാംഗങ്ങളെക്കാളും മാർത്തോമാ സഭയിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടെ വിവരമുണ്ടെന്നും അവർ ചിന്ത ശക്തിയിൽ പാതാണികളല്ല എന്നുമുള്ള ധാരണയിൽ അവരെപ്പറ്റി അഭിമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ അല്പം ഒരു പ്രയാസം തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ തിരുവോഷ്യസ് തിരുമേനി ഇവിടെ അവതരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്. അതിൽ തന്നെ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആത്മീയതയിൽ സാമൂഹ്യ പ്രസക്തി ഉണ്ടാകരുത് എന്നൊരു കട്ടായമാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. അതെത്രമാത്രം സ്വീകാര്യമാണ്, അംഗീകരിക്കാൻ അർഹതയുള്ളതാണ് എന്ന് മാർത്തോമാ വിശ്വാസികളെ നിങ്ങൾ ദയവായി ചിന്തിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതാണ്. പക്ഷെ പിന്നെ അദ്ദേഹം പറയുന്നത് തിരുവോഷ്യസ് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തെല്ലാം വിഷയങ്ങളെ പറ്റിയാണ് പരാമർശിച്ചത്. അതെല്ലാം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് ഇദ്ദേഹം തന്നെ അവതരിപ്പിച്ച വളരെ പരാതിയായി പുച്ഛത്തോടുകൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ ചിന്ത ഇവിടെ പശ്ചാത്തലം ഒരുക്കുന്നതിന് അനിവാര്യമായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ചെയ്യുകയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് തിരുമേനി കോഴഞ്ചേരി പാലം ഇങ്ങനെ പണി തീരാതെ കിടക്കുന്നതിനെപ്പറ്റി പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. പാലവും ആത്മീയതയുമായിട്ട് വല്ല ബന്ധവുമുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഉണ്ടോ എന്നോ ഇല്ലെന്നോ ഞാനിപ്പോൾ പറയുന്നില്ല. കോഴഞ്ചേരി പാലത്തിന് ആത്മീയതയിൽ, മാർത്തോമാക്കാരുടെ ആത്മീയതയിൽ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നത് ശരിയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, തിരുമേനി പറയുന്നു, മാരാമണ്ണ് ഈ കഴിഞ്ഞ 130 വർഷം കൊണ്ട് പ്രാപിച്ച വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒരു ആഗോള ക്രൈസ്തവ സംഗമമായി പ്രഖ്യാപിക്കണം. ആര് പ്രഖ്യാപിക്കണം? അത് മാർത്തോമാ സഭ പ്രഖ്യാപിച്ചാൽ പോരായിരുന്നു. അങ്ങനെ മാർത്തോമാ സഭ പ്രഖ്യാപിച്ചാൽ അങ്ങനെയല്ല എന്നും പറഞ്ഞ് മറ്റുള്ള സഭകൾ സമരത്തിന് വരും? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത് തിരുമേനി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങ് ചെയ്തോളൂ. അതിവിടെ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. അതങ്ങ് ചെയ്താൽ മതി. അതിനോട് ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടാകുകയില്ല. മറ്റുള്ള സഭകൾക്ക് അസൂയുണ്ടാകും. കാരണം ക്രിസ്ത്യാനിക്ക് അസൂയ ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യാനി മനുഷ്യനാണെങ്കിൽ അസൂയ തോന്നും. പക്ഷേ അസൂയ തോന്നുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അധികം താമസിയാതെ മാർത്തോമാ സഭ എൻ്റെ മണ്ഡലം വിളിച്ചു കൂട്ടി ഒരു റെസല്യൂഷൻ പാസ്സാക്കി ഈ മാരാമൺ കൺവെൻഷനെ ആഗോള ക്രൈസ്തവ സംഗമമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പറഞ്ഞാൽ കാര്യം തീർന്നു. അതവിടെ നിൽക്കട്ടെ. മൂന്നാമതായിട്ട് തിരുമേനി പറഞ്ഞ ഇദ്ദേഹത്തെ വളരെയധികം ചുടിപ്പിച്ച കാര്യം, ഇപ്പം പരിശുദ്ധ നദിയായ ഗംഗ ശുദ്ധീകരിക്കാനായിട്ട് കേന്ദ്ര സർക്കാരൊക്കെ പോകുന്നു. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ ഗംഗയുടെ സ്ഥാനം എന്താണോ അതാണ് കേരളത്തിൽ പമ്പയുടെ സ്ഥാനം. കാരണം പമ്പയുടെ തീരത്താണ് ഈ മാരാമൺ എന്നുള്ളത്. അപ്പോൾ പമ്പ മണക്ക്. അപ്പോൾ പമ്പ വളരെ
മലീമസമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഓർമ്മ വരുന്നത്, ഞാൻ മാരാമൺ പ്രസംഗിച്ച് നടന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ മീറ്റിങ്ങിലാണെന്ന് ആദ്യത്തെ ദിവസത്തിൽ, അന്ന് ഒന്നിൽ ഇനോഗ്രൽ മെസ്സേജ് എൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ കടശി യോഗത്തിൽ ഞാനായിരിക്കും പ്രസംഗം. അപ്പം അന്ന് ക്രിസോസ്റ്റം തിരുമേനിയാണ് മെത്രാപ്പൊലീത്ത. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മാരാമണ്ണ് കൂടാൻ വരുമ്പോൾ പമ്പാ നദിയിൽ ഇറങ്ങി കുളിച്ചാൽ എന്തൊരു ഉന്മേഷമാണ്. പക്ഷെ അതേ നദിയിൽ ഇപ്പോൾ ഇറങ്ങി കുളിച്ചാൽ ദേഹമാകെ ചൊറിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം ശബ്ദം ഉയർത്തി പറഞ്ഞു ദേഹമാകെ ചൊറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന ഒരു ക്രിസ്ത്യാനി ഇപ്പം തിരുമേനിയുടെ ശബ്ദം ഉയർന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ആത്മീയമായ വീര്യത്തിലാണ് തിരുമേനി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനിക്ക് ചൊറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസി ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ക്രിസ്തുസ് തിരുമേനി നിർത്തി ചോദിച്ചോട്ടാ നിനക്കെന്ത് പറ്റി എന്ന് ചോദിച്ച സംഭവം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ പമ്പ ശുദ്ധീകരിക്കണം, യാതൊരു സംശയമില്ല. പമ്പ മാത്രമല്ല, എല്ലാ നദികളും ശുദ്ധീകരിക്കണം. വെള്ളം മനുഷ്യ ജീവൻ്റെ സംരക്ഷണത്തിന് അനിവാര്യമായൊരു ഘടകമാണ്. വെള്ളം മാത്രമല്ല, എല്ലാറ്റിനെയും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. മനസ്സിനെ പരിശുദ്ധമായി, മനുഷ്യബന്ധങ്ങളെ പരിശുദ്ധമായി, സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തെ പരിശുദ്ധമായി, എല്ലാറ്റിനും ഉപരിയായി സഭാ ജീവിതത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. എന്തിനാണ് പമ്പയിൽ മാത്രം ഒതുക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഭരണഘടനയെപ്പറ്റി പറയേണ്ട വല്ല കാര്യമുണ്ട്. ഭരണഘടനയെപ്പറ്റി പറയാനുള്ള സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ. അപ്പോൾ പ്രത്യേകിച്ച് ജനം ഭരണഘടനയുടെ കാവൽ ഭടന്മാരാകണം എന്നൊക്കെ മാർത്തോമാ സഭയുടെ തലവൻ വിളിച്ച് പറയേണ്ട വല്ല കാര്യം ഒരു മാർത്തോമാ വിശ്വാസി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് അതിൽ ഇച്ചിരി കാര്യം ഇല്ലെന്നില്ല. ഈ മെത്രാപ്പൊലീത്തായിക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണഘടന ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നു, അതൊരു പ്രദർശന വസ്തുവാക്കുന്നു. അതിൽ അദ്ദേഹം പ്രതിഷേധിക്കുന്ന വിധത്തിൽ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് എന്നറിയാൻ മേത്തത് ആരാണ്? ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദിയും ഇതേ പണി ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, ഈ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ മോദി പാർലമെൻറ്റ് മന്ദിരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അവിടെ വെച്ചിരിക്കുന്ന ഭരണഘടനയുടെ വലിയ കോപ്പി എടുത്ത് അതിലൊന്ന് ചുംബിച്ച്, പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടുത്തെ കോൺഗ്രസ്സിൽ പ്രസംഗിച്ചപ്പോൾ ഭരണഘടനയാണ് എൻ്റെ വേദപുസ്തകം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മാത്രവുമല്ല, ഓരോ മെമ്പർ ഓഫ് പാർലമെൻറ്റും ഈ ഭരണഘടനയുടെ പേരിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യർ ഭരണഘടനയോട് വേണ്ടത്ര കൂറ് പാലിക്കുന്നില്ല, അതിൻ്റെ ആദർശങ്ങളെ അനുസരിക്കുന്നില്ല എന്നതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് എൻ്റെ അഭിപ്രായത്തിലൊരു വലിയ ആത്മീയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് മതത്തിലെപ്രകാരം കപടഭക്തി കടന്നുകൂടിയിരിക്കുന്നു, അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഭരണഘടന ഇങ്ങനെ എടുത്തു കാണിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ചവിട്ടിമതിക്കുകയും ചെയ്യുന്നത്. രണ്ടും ഒരേ രോഗമാണ് എന്നത് മെത്രാപ്പൊലീത്ത സമ്മതിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഭരണഘടനയെ പരാമർശിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ പ്രദർശന വസ്തു ആക്കരുത്. അതിൻ്റെ ഉള്ളിലെ ആശയങ്ങളും ആദർശങ്ങളും, പ്രത്യേകിച്ച് പ്രിയാമ്പിളിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഓരോ പൗരന്മാരും അതറിയുകയും അതിൻ്റെ അർത്ഥത്തിലും അക്ഷരത്തിലും അതിനെ ആദരിക്കുവാനും അനുസരിപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 51A പൗരന്മാരുടെ ചുമതലകൾ എന്താണ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അത് അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണ്, തികച്ചും ചെയ്യേണ്ട കാര്യമാണ് എന്ന ഒരു അഭിപ്രായം ഈ എളിയവനുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വളരെ വളരെ വർദ്ധിച്ചു വരുന്നു. അത് പറയേണ്ട വല്ല കാര്യം ഈ തിരുമേനിക്കുണ്ടായിരുന്നു. പിന്നെ തിരുമേനി എന്താ പറയേണ്ടത്? ഒരു സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ വൈകല്യങ്ങൾ ആത്മീയമായി ചുമതലബോധമുള്ള ഒരു വ്യക്തി പരാമർശിക്കരുതെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മീയതയെപ്പറ്റിയുള്ള ബോധവും സങ്കല്പവും എന്താണ് എന്ന് ഞാൻ അന്തം വിട്ട് ചിന്തിച്ചു പോവുകയാണ്. പോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ
അദ്ദേഹം പറയുന്നത് പോട്ടെ, അതും പോരാഞ്ഞിട്ട് ഈ തിരുമേനി അവിടെ വന്ന എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് മദ്യവിൽപ്പനയെ പറ്റി പരാമർശിച്ചു. അതായത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആദായ സ്രോതസ് മദ്യവിൽപ്പനയാണ്. മാത്രവുമല്ല, ഇതാ ഒരു ബ്രൂവറിക്ക് പാലക്കാട്ട് അനുമതിയും കൊടുത്തിരിക്കുന്നു. ഇതേപ്പറ്റി വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ കാര്യമുണ്ടോ? ഞാൻ വർത്തമാനക്കാരെ എൻ്റെ സഹോദരങ്ങൾ ചോദിക്കുകയാണത് അതിനെ പരാമർശിച്ചതിൽ അപാകതയുണ്ടോ? ഞാൻ വീണ്ടും ഒരു പക്ഷേ അതിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും. പിന്നെ പറയുന്നത് ഇതും പോട്ടെ, ഇതും സഹിക്കാം. പിന്നെ അദ്ദേഹം ഇതെല്ലാം പോരാഞ്ഞ് സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞു. സോഷ്യൽ മീഡിയ വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരർത്ഥത്തിൽ ശരിയാണ്, ഒരർത്ഥത്തിൽ ശരിയല്ല. കാരണം ഈ വിവാദം എന്ന് പറയുമ്പോൾ നാം തിരുമേനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ തിരുമേനിമാർക്കും അച്ഛന്മാർക്കും, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നുകൊണ്ട് ഞാൻ പറയാം, അവർ പറയുന്ന കാര്യത്തിൽ നിന്ന് അല്പമെങ്കിലും ആളുകളൊന്ന് വിയോജിച്ചാൽ അത് വിവാദമായി. അങ്ങനെ വിവാദമുണ്ടാക്കുന്നവർ അപകടകാരികളാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ബലഹീനത ഈ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കുമുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ മനുഷ്യർക്ക് നിസ്സീമമായ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് എന്തും വിളിച്ചു പറയാം, ആരെയും അപലപിക്കാം, ഏത് തെറ്റിദ്ധാരണയും പരത്താം എന്നൊരവസ്ഥ നിലനിൽക്കുന്നതും ശരിയല്ല എന്ന ഒരഭിപ്രായവും എനിക്കുണ്ട്. പോട്ടെ, ഞാൻ കൂടുതലായി അതിനെപ്പറ്റി പറയുന്നില്ല. അടുത്തടുത്തേ പറയുന്നത്, ഇത് വളരെ കൗതുകമൊരു വിഷയമാണ്. മാരാമണ്ണ് മണക്ക് നിന്നുകൊണ്ട് മർത്തമാ സഭയുടെ പരമാധ്യക്ഷനായ തീരോഷസ് തിരുമേനി പറയുകയാണ്, അന്ധവിശ്വാസ നിരോധന ബില്ല് സർക്കാർ അവതരിപ്പിക്കണം. 2 വർഷത്തിന് മുൻപ് പിണറായി വിജയൻ അങ്ങനെ ഒരു വലിയ വാഗ്ദാനം നൽകിയതാണ്. അദ്ദേഹം മറന്നുപോയി. ഈ ജോലി തിരക്കിനിടെ പല കാര്യങ്ങളും മറന്നു പോകാനാണ് സാധ്യത. പക്ഷേ തീരോഷസ് തിരുമേനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അന്ധവിശ്വാസ നിരോധന ബില്ല് വന്നാൽ സഭകൾക്ക് അത് സത്യത്തിൽ അത് അന്ധവിശ്വാസത്തെ വിവക്ഷിച്ച് അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനാശം ചെയ്യാനൊരു ബില്ല് വന്നാൽ എല്ലാ സഭകൾക്കും കാര്യമായ തട്ടുകേട് വരും. തീരോഷസ് തിരുമേനി പറയുന്നത് എന്താണെന്ന് അറിയാതെയാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയൻ ഈ പറഞ്ഞ കാര്യം അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത് അദ്ദേഹത്തിന് ഈ കാര്യം അറിയാൻ കഴിഞ്ഞിട്ടല്ല. ഒരുപക്ഷെ തീരോഷസ് തിരുമേനിയേക്കാൾ ഇതിൻ്റെ പ്രാവർത്തികമായ വശം പിണറായി വിജയൻ അറിയാവുന്നത് കൊണ്ടാണ്. അതിൽ തന്നെ മറ്റൊരു വിഷയമാണ്. ഞാൻ കൂടുതലായി അതിനെപ്പറ്റി ഇപ്പോൾ പ്രതിപാദിച്ചാൽ സമയം വിട്ടുപോകുമെന്നതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് പോലീസിനെതിരെ അക്രമമുണ്ട്, പോലീസ് അക്രമം നടത്തുന്നു, ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് സിനിമയിൽ ചോര ചീന്തുന്ന ക്രൂര ചിത്രീകരണം നടക്കുന്നു. ശരിയാണത്, വളരെ വളരെ ശരിയാണ്. അത് വാസ്തവത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയും കലാലയങ്ങളിൽ പഠിക്കുന്ന യുവതീവാക്കന്മാരെയും സമൂഹത്തിലുള്ള ആളുകളെ ആകമാനവും അക്രമാസക്തരാക്കുന്നതിൽ ഈ സിനിമ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കേരളത്തിലെ സമൂഹം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ റോഡുകളിൽ നല്ല ഗതാഗത സംസ്കാരം വേണം, വളരെ ആവശ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ കുട്ടികൾ മയക്കുമരുന്നിന് വിധേയമാകുന്നു, അതൊരു വിഷയമാണോ അല്ലയോ? ആത്മീയമായ പ്രസക്തിയുള്ള വിഷയമാണോ അല്ലയോ? നിങ്ങളൊന്ന് മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാർത്തമ വിശ്വാസി തീരോഷസ് തിരുമേനി ഇപ്രകാരം ഒരു പരാമർശം നടത്തിയതിൽ കുണ്ഠിതം വിളിച്ചു പറയുന്ന ഈ മാന്യദേഹത്തിൻ്റെ സങ്കല്പം എന്താണ്? കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാകുന്നത് ഒരാത്മീയ വിഷയമല്ലയോ? ഇത് ആത്മീയ വിഷയമല്ലെങ്കിൽ ഏതാണ് ആത്മീയ വിഷയം എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ തീരോഷസ് തിരുമേനി ഈ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി സംസാരിച്ചു. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യം 1-2 കാര്യങ്ങൾ ഞാൻ വളരെ ഹ്രസ്വമായി അവതരിപ്പിക്കട്ടെ. ദയവായി നിങ്ങൾ ക്ഷമയോടെ ഇത് പരിഗണിക്കണം. നമ്മുടെ ഇടയിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ചെറുപ്പം മുതലേ നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ട ചില ധാരണകളുണ്ട്. ഇന്ന കാര്യം ആത്മീയമാണ്, ഇന്ന കാര്യം ആത്മീയമല്ല.
ഇന്നയിടം പരിശുദ്ധമാണ്, ഇന്നയിടം പരിശുദ്ധമല്ല. ഇന്നയാൾ വിശുദ്ധനാണ്, പ്രത്യേകിച്ച് ഈ കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾ ഒരു വിശുദ്ധനാണ്, അദ്ദേഹം ശപിച്ചാൽ കത്തിപ്പോകും, കരിഞ്ഞു പോകും, അല്ല നരകത്തിൽ പോകും. അവിടെ നിൽക്കുന്ന ആ ഒരു കച്ചവടക്കാരൻ അവൻ കള്ളനാണ്. ഇങ്ങനെയുള്ള ധാരണകൾ നാം പ്രവർത്തിക്കുന്നത് ഒട്ടുമുക്കാലും ഇങ്ങനെയുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെയുള്ളൊരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, മാർത്താമാക്കാരനായ ഈ യൂട്യൂബ് ചാനൽ ഹല്ലേലൂയ ന്യൂസ് ചാനലിൻ്റെ ഉടമസ്ഥൻ അവൻ നല്ല മാർത്തവക്കാരനാണ്. അവനല്ല, അദ്ദേഹം നല്ല മാർത്തവക്കാരനാണ്. അദ്ദേഹം സഭയുടെ പരമോന്നത ബിഷപ്പിനെതിരെ ഇപ്രകാരം വിമർശിക്കുന്നതിൻ്റെ കാര്യം സഭ തന്നെ അദ്ദേഹത്തിന് നൽകിയ ഉപരിപ്ലവമായ ആശയങ്ങൾ അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്നതുകൊണ്ടാണ്. ഇത് സംബന്ധമായി എനിക്ക് സത്യസന്ധമായി അവരെയും അറിയിക്കാനുള്ളത്, ലോകത്തിലുള്ള എല്ലാ വിഷയവും, ലോകത്തിലെ മനുഷ്യാവസ്ഥയുടെ എല്ലാ അംശവും അവസ്ഥയും രംഗങ്ങളും ആത്മീയതയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു വിഷയവും ഒരു പ്രതിഭാസവും ഒരു പ്രശ്നവും ഒരു സാധ്യതയും അതിൽ തന്നെ ആത്മീയതയുടെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്നതല്ല. ഒരു വിഷയവും അതിൽ തന്നെ ആത്മീയവുമല്ലതാനും. പക്ഷെ എന്താണ് നടക്കേണ്ടത്? സംഭവങ്ങൾ എന്തായാലും അതിനോട് ആത്മീയമായ സമീപനം പാലിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കടമ. ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയുമായി സംവാദം നടത്തുന്നു. ഈ ഹല്ലേലൂയ ന്യൂസ് ചാനൽ നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യേശു ആരുമില്ലാത്ത സമയത്ത് ഈ ശമര്യക്കാരി സ്ത്രീയോട് സംസാരിച്ചത് ആത്മീയമാണോ അതോ അനാശാസ്യമാണോ? ദയവായി പറയുക. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് യേശുവിനെ ഓടിച്ചിട്ട് തല്ലണം. കാരണം അത് ആത്മീയമല്ല. അതാരോടാണ് സംസാരിക്കുന്നത്? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള ഭർത്താവല്ല, അവിടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന പച്ചവെള്ളം പോലെ അറിയാവുന്ന യേശുവാണ് മറ്റാരുമില്ലാത്ത സമയത്ത് ആ സ്ത്രീയോട് സംസാരിക്കുന്നത്. ഇതിനേക്കാൾ ഈ സുഹൃത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയതയ്ക്ക് ഘടകവിരുദ്ധമായ മറ്റൊരു പ്രവൃത്തി ആർക്കെങ്കിലും ചെയ്യാനൊക്കുമോ? പ്രിയപ്പെട്ട മാർത്തോമാ വിശ്വാസിയായ യൂട്യൂബ് സുഹൃത്തെ, എനിക്ക് സസ്നേഹം താങ്കളെ അറിയിക്കാനുള്ളത്, ആത്മീയത എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രതികരണ രീതിയുമാണ്. ഈ 5 പുരുഷന്മാരും ആ സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് തന്നെ കണ്ടതാണ്. ആ സ്ത്രീയെ അവർ കണ്ടതുകൊണ്ട് ആ പുരുഷന്മാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, അതുകൊണ്ട് അവളുടെ അവസ്ഥ കൂടുതൽ മോശമായി. അവൾ അധപ്പതത്തിൻ്റെ പടുകുഴിയിൽ തള്ളപ്പെട്ടു. എന്നാൽ അതേ സാഹചര്യത്തോട് യേശു ഇടപെടുമ്പോൾ അത് യേശുവാണ് അവിടെ ആത്മീയത കൊണ്ടുവരുന്നത്. ശമര്യക്കാരി സ്ത്രീയോ യാക്കോബിൻ്റെ കുളമോ അതിൽ തന്നെ ആത്മീയമല്ല. എന്നാൽ അവളോ ആ കുളമോ ആത്മീയതയുടെ പരിധിക്ക് അപ്പുറത്തുമല്ല. ആത്മീയത യേശുവിൽ കൂടെ അവിടെ കടന്നു വരികയാണ്. അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ, ഇന്ന സാധ്യതകൾ, ഇന്ന അനുഭവങ്ങൾ ആത്മീയമാണ്, അത് മാത്രമേ കൈകാര്യം ചെയ്യാവൂന്ന് പറയുന്ന ഈ പൊട്ടത്തരം അതെനിക്കറിയാം വ്യാപകമായിട്ട് എല്ലായിടത്തും നിൽക്കുന്നതാണ്. കാരണം അങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് ചെറുപ്പം മുതലേ ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നാം കേൾക്കാനിടയാകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയോ വിഷയമോ സന്ദർഭമോ ആത്മീയമാണോ എന്നല്ല ചോദിക്കേണ്ടത്, അതിനോട് ആത്മീയമായി പ്രതികരിക്കാൻ എനിക്ക് കെൽപ്പുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ തിരോഷ്യസ് തിരുമേനി അവതരിപ്പിച്ച എല്ലാ വിഷയങ്ങളും അവയോട് നമുക്ക് ലൗകികമായി പ്രതികരിക്കാം, ആത്മീയമായും പ്രതികരിക്കാം. പക്ഷേ അങ്ങനെ ആത്മീയമായി പ്രതികരിക്കാനുള്ള പക്വത നാം പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥകളോടും പ്രശ്നങ്ങളോടും ആവശ്യങ്ങളോടും ആത്മീയമായി പ്രതികരിക്കാനുള്ള ശേഷി സഭയുടെ
പരിശീലനത്തിൽ കൂടെ വിശ്വാസികൾ പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് പ്രശ്നം. സഭ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ലോക യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ച്. ആത്മീയതയിൽ ഇതൊന്നും പെടുന്നതല്ല. ലോകം ആത്മീയതയിലേക്ക് അപ്പുറത്താണ്, പരിപ്പുറത്ത്, വെളിയിലാണ്, അൺടച്ചബിളാണ്, തീണ്ടലാണ് എന്ന വിധത്തിലാണ് നാം പരിശീലിപ്പിക്കപ്പെട്ടത്. അതിനൊരു മാറ്റം വരുത്തുവാൻ തിരുവോഷ്യസ് തിരുമേനി ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും ശ്ലാഘനീയമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, എനിക്ക് തിരുവോഷ്യസ് തിരുമേനിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, അണ്ടർസ്റ്റാൻഡിങ്ങുമില്ല, ഒരിക്കലുണ്ടാകാൻ സാധ്യതയുമല്ല. അദ്ദേഹത്തിന് പറയാൻ എനിക്കും അറിയാം. അതല്ല ഇവിടുത്തെ വിഷയം. ദയവായി മനസ്സിലാക്കുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം തികച്ചും അപര്യാപ്തമാണ്, ഉപരിപ്ലവമാണ്, ഉപയോഗശൂന്യമാണ്. ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളോട് ഇടപെട്ടിട്ട് അവിടെ ദൈവഹിതം നിർവഹിക്കത്തക്കവണ്ണം, പ്രാബല്യത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം പ്രതികരിക്കാനുള്ള ശേഷി നമുക്ക് ആർക്കുമില്ല തന്നെ. അത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയമായ പരിശീലനത്തിൻ്റെ പാപ്പരത്വത്തെ വിളിച്ച് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരം വിളിച്ച് പറയുന്നത്. ഒരു നേട്ടം പോലെ, വലിയ ആത്മധൈര്യത്തോടെ വെറും പൊട്ടത്തരം വിളിച്ച് പറയുന്നു. ഞാൻ 100% തിരുവോഷ്യസ് തിരുമേനിയുടെ ഈ ഉദ്ഘാടന പ്രസംഗത്തെയും ഉള്ളടക്കത്തെയും കൈയടിച്ച് സ്വീകരിക്കുന്നു. കാരണം ക്രിസ്ത്യാനി ഇന്ന് വരെ വെച്ചു പുലർത്തുന്ന ഈ വെറും പൊട്ടത്തരത്തിൻ്റെ സങ്കല്പങ്ങൾ, അവയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണം എന്ന ഒരു ചിന്ത, ഒരു താല്പര്യം ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം കൂടെ പറഞ്ഞ് സമയം അതിക്രമിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെ എപ്രകാരമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ്, ജഡമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ. അതായത് ഇപ്പോൾ മർത്തോമാ സഭയുടെ ഈ വിശ്വാസി പറയുന്നത് പോലെ ആത്മീയതയും ലോകവും രണ്ട് ധ്രുവങ്ങളാണ്, ഇവയെ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകരുത് എന്ന ഈ സങ്കല്പത്തിന് ഘടകവിരുദ്ധമാണ് യേശുവിൻ്റെ വ്യക്തിത്വം. ഇൻകാർണേഷൻ എന്ന് നാം പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. യേശു ഒരു പാലമാണ്. അന്ന് വരെ ധ്രുവീകരിക്കപ്പെട്ട് പരസ്പര ബന്ധമില്ലാതെ അന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയ ഐക്യത്തിൻ്റെയും ഒരു പുതിയ സമന്വയത്തിൻ്റെയും പുതുജീവൻ ലോകത്തിന് അനുഭവവേദ്യമാക്കി തീർക്കത്തക്കവണ്ണം മനുഷ്യരാശിയുടെ ഇഹലോക അവസ്ഥ, ദ ഹ്യൂമൻ കണ്ടീഷൻ ഓൺ എർത്ത്, അതിൽ എന്താണ് പറയുന്നത്, ഉദ്ധാരണ പ്രചോദകമായി, റിഡംറ്റീവായി ഇൻ്റർവീൻ ചെയ്യാനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ വേർപാടിൻ്റെ നെടുഞ്ചുവരുകളെ ഇടിച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു ഈ ലോകത്തിൽ വന്ന് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഈ മാർത്തോമാ വിശ്വാസി പറഞ്ഞതുപോലെ ആത്മീയമായ ചില കാര്യങ്ങളുണ്ട്, ബാക്കിയെല്ലാം ലൗകികമാണ്, ഭൗതികമാണ്, അതുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുത്, അതിങ്ങനെ കൺവെൻഷൻ പന്തലിൽ അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് യഹൂദൻ്റെ കാഴ്ചപ്പാടായിരുന്നു. യേശുവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരതിരും ഒരു വേലിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേലിക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോകത്തിൽ ഒന്നിനെയും തള്ളിക്കളയാതെ എല്ലാറ്റിലും ദൈവികമായ വെളിച്ചം ഒന്നിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ ഉണർത്തുക, അതാണ് യേശുവിൻ്റെ ആത്മീയത. ആ ആത്മീയതയെ മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് അവസരമില്ല. അവർക്ക് സഭകളിൽ കൂടെ ലഭിക്കുന്ന പരിശീലനം അവിടെ ആത്മീയമായ കണ്ണടച്ചു കളയുന്നതാണ് എന്ന സത്യമിത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥ തിരുവോഷ്യസ് തിരുമേനി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മരമൺ പോലെയുള്ള കൺവെൻഷനുകളെപ്പറ്റി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപിതമായ ആ സങ്കല്പങ്ങളെ ഏതാണ്ട് വെല്ലുവിളിക്കുന്നത് പോലെ
ഒരു പക്ഷേ ഇതിനു മുൻപ് മറ്റൊരു മെത്രാപ്പോലിത്തായും ചെയ്യാൻ കൂട്ടാക്കാത്ത വിധത്തിൽ ലോകത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി കൂടെ ക്രിസ്ത്യാനിക്ക് ബോധമുണ്ടാകണം. കാരണം ക്രിസ്ത്യാനി ലോകത്തെപ്പറ്റി ചുമതല ബോധമുള്ളവരായിരിക്കണം. അത് യേശുവിൻ്റെ ആശയമല്ലേ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ ഒരു കാര്യവും നമുക്ക് ചിന്തിക്കരുത്, ചിന്തിക്കുക തീണ്ടലാണ് എന്ന് പറയുന്നതാണോ? ഇതാര് പഠിപ്പിച്ചു? അതുകൊണ്ട് വളരെ പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു പുതിയ സമീപനമാണ് തിരുവോഷ്യസ് തിരുമേനി നടത്തിയത് എന്നതിനെപ്പറ്റി ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ആശ്വസിക്കുന്നു. സന്തോഷിക്കുന്നതിനേക്കാൾ ആശ്വസിക്കുന്നു. കാരണം ക്രിസ്ത്യാനിയുടെ ഇന്നത്തെ അവസ്ഥ കാരമില്ലാത്ത ഉപ്പ് പോലെയാണ്. കാരണം ക്രിസ്ത്യാനിക്ക് സഭകളിൽ കൂടെ ലഭിക്കുന്ന പരിശീലനമാണ് യാതൊരു വിധത്തിലും പ്രസക്തിയില്ലാത്ത, കാമ്പില്ലാത്ത, അർത്ഥമില്ലാത്ത ഭക്തി, ആത്മീയത എന്ന പേരിൽ, എന്ന വാക്കിൽ, ആ വാക്കിനെ പോലും അർത്ഥശൂന്യമാക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ട് അവരെ ഇപ്രകാരമുള്ള ചിന്തിക്കാൻ കഴിവില്ലാത്തവളായി, ഞാൻ മൊണ്ണകളെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, മനഃപൂർവ്വം ഉപയോഗിക്കുന്നില്ല, ഒരു വിധത്തിലും മനുഷ്യർക്ക് ലോകത്തിന് ഒരു ഗുണവുമില്ലാത്ത വിധത്തിൽ ആക്കി വച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൻ്റെ പാപ്പരത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും തിരുവോഷ്യസ് തിരുമേനി ഇപ്രകാരമുള്ള ഒരു പ്രസംഗം നടത്തുവാൻ ധൈര്യം കാണിച്ചത് എന്നത് മാർത്തോമാ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വിശ്വാസികളെങ്കിലും തിരിച്ചറിയണം എന്ന് ആത്മാർത്ഥമായി ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ വിഷയത്തെ ഞാൻ പെട്ടെന്ന് ഉപസംഹരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധയോടെ പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി, കടപ്പാട് അറിയിച്ചുകൊള്ളും.